ശരിയായ ചരിത്രം നമ്മൾ വളരെ ഗവേഷണ ബുദ്ധിയ പഠിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചരിത്രത്തിൽ പുറകോട്ട് പോയാൽ ഈ പലപ്പോഴും തമസ്കരിക്കപ്പെട്ടു പോയിട്ടുള്ള നമ്മുടെ യഥാർത്ഥമായ ചരിത്രം, നമ്മളിൽ നിന്ന് മറയ്ക്കപ്പെട്ടിട്ടുള്ളതായ യഥാർത്ഥ ചരിത്രം, അത് നമ്മൾ പരിശ്രമിച്ചാൽ ഓരോരുത്തർക്കും പഠിക്കാൻ സാധിക്കുന്നതാണ്. ആ ചരിത്രത്തിലേക്ക് നമുക്ക് നോക്കിയാൽ സാധിക്കും വൈഭവപൂർണമായ സമൃദ്ധിയും സന്തുഷ്ടിയും ഒക്കെ നിറഞ്ഞതായ ഒരു ഭാരതം ഉണ്ടായിരുന്നു എന്നുള്ളത്. അതിന് ഏറ്റവും വലിയ തെളിവെന്ന് പറയുന്നത് അനേകം വൈദേശിക ശക്തികൾ ഭാരതത്തെ ആക്രമിച്ചു എന്നുള്ളത് തന്നെയാണ്. എന്തിനു വേണ്ടിയാണ് ആക്രമിച്ചത് എന്നുള്ളത് അശകന്മാരും ഹൂണന്മാരും മംഗോളിയരും മുഗളന്മാരും യവനന്മാരും അങ്ങനെ നിരവധി, അതിനുശേഷം ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും പോർച്ചുഗീസുകാരും അങ്ങനെ അനവധി വൈദേശിക ശക്തികൾ ഭാരതത്തെ കീഴടക്കാൻ നോക്കിയിട്ടുള്ളത് എന്തുകൊണ്ടാണ്? ഈ ഭാരതത്തിലെ സമൃദ്ധിയെ, അതിനെ മുഴുവനും ഐശ്വര്യത്തെ മുഴുവനും കൊള്ളയടിക്കുക എന്ന ലക്ഷ്യമായിരുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം നമ്മുടെ ഭാരതത്തിലെ ക്ഷേത്രങ്ങൾ എത്രയെത്ര ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളാണ് തകർക്കപ്പെട്ടത് എന്നുള്ളതാണ്. അതിന് ഏറ്റവും മുഖ്യമായ ഉദ്ദേശ്യം എന്ന് പറയുന്നത് ആ ക്ഷേത്രങ്ങളിലുണ്ടായിരുന്ന അമൂല്യമായ സ്വത്തും സമ്പത്തും കൊള്ളയടിക്കുക എന്നുള്ളതാണ്. ഇന്നും അത് നടക്കുന്നുണ്ട്. പക്ഷേ ബാഹ്യമായ നാം കാണുകയുള്ള അതിലൂടെയല്ല, എങ്കിൽ പോലും നമുക്കത് കാണാൻ സാധിക്കുന്നു. ഞാൻ പറഞ്ഞിരുന്നത് അത്രയും സമൃദ്ധമായിരുന്നു. വൈജ്ഞാനിക മേഖലയിലായാലും നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. നളന്ദ, തക്ഷശില, വിക്രമശില തുടങ്ങിയ സർവകലാശാലകൾ ലോകോത്തരങ്ങളായ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും എത്രയോ ആൾക്കാർ വന്ന് പഠിച്ചിരുന്ന സർവകലാശാല. ഇതൊന്നും മാത്രമല്ല, ഇതിനെ നമ്മൾ ഓർക്കുന്നത് ഇവ വൈദേശിക ഭരണാധികാരികളെ തകർക്കപ്പെട്ടതുകൊണ്ടാണ് നമ്മൾ അത് ഓർക്കുന്നത്. നമ്മളെപ്പോഴും അതിനെ കുറിച്ച് പറയുന്നത് കൊണ്ടാണ്. പക്ഷെ അതുപോലെ തന്നെ അനേകം സർവകലാശാലകൾ ഭാരതത്തിൽ ഉടനീളം ഉണ്ടായിരുന്നു. എല്ലാ വിധത്തിലുള്ള വൈജ്ഞാനിക മേഖലകളിലും വളരെ അധികം ജ്ഞാനം ഉണ്ടായിരുന്നു നമ്മുടെ ഭാരതത്തിൽ എന്നുള്ളതാണ്. അത്രയും വൈഭവപൂർണമായ ഈ രാജ്യം, ഭാരതത്തിന്റെ ആ ഒരു ചരിത്രം, ഭാരതത്തിന്റെ മഹത്വം, അതിന് കാരണമായിട്ട് നമുക്ക് ആധാരമായിട്ട് കാണാൻ സാധിക്കുക നമ്മുടെ ഋഷീശ്വരന്മാർ നമുക്ക് നൽകിയ മഹത്തായ ധാർമ്മികമായ തത്വങ്ങളും ആചാര പദ്ധതികളും ഒക്കെ തന്നെയാണ്. അതാണ് നമുക്ക് നമ്മുടെ ഐശ്വര്യമായാലും നമ്മുടെ വൈജ്ഞാനികമായ മേഖലയിൽ ഉയർച്ചയായാലും ധാർമ്മികവും ആധ്യാത്മികവുമായ നമ്മുടെ ഉയർച്ചയ്ക്കായാലും അതോടൊപ്പം ഭൗതികമായ ഐശ്വര്യത്തിന് എല്ലാം തന്നെ കാരണം, ഒരു മുഖ്യമായ കാരണം നമുക്ക് ഉപദേശിക്കുവാൻ, നമുക്ക് നിർദ്ദേശങ്ങൾ തരുവാൻ, നമുക്ക് ആചാരങ്ങൾ, ശ്രേഷ്ഠമായ ആചാരങ്ങൾ പകർന്നു തരുവാൻ ഒരു ഋഷി പരമ്പര, ആചാര്യ പരമ്പരയുണ്ടായിരുന്നു എന്നതാണ്. ആ ആചാര്യ പരമ്പരയിലൂടെ നമുക്ക് കിട്ടിയ ധർമ്മതത്വങ്ങളും വിശിഷ്ടമായ ആചരണങ്ങളും നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിൽ ഐശ്വര്യവും അതുപോലെ ഉയർന്ന ഒരു മഹത്തായ സംസ്കാരവും ഒക്കെ നിലനിൽക്കുവാൻ വേണ്ടി കാരണമായി എന്നതാണ്. പക്ഷേ ആ ഒരു ധർമ്മതത്വങ്ങൾ മാത്രമല്ല, ഈ ധർമ്മതത്വങ്ങൾ അല്ലെങ്കിൽ ആചരണ പദ്ധതികൾ അത് അനുവർത്തിക്കുന്ന ഒരു സമൂഹം ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ഈ പറഞ്ഞൊരു മഹത്വം ഉണ്ടാവുകയുള്ളൂ. അപ്പം അത് ഉണ്ടാകാൻ കാരണം നമുക്കറിയാം, ഇവിടുത്തെ ഭാരതീയമായ കുടുംബ വ്യവസ്ഥയാണ്, മഹത്വപൂർണമായുള്ള കുടുംബ വ്യവസ്ഥ. അത് നമുക്കറിയാം. മറ്റ് എത്രയോ പുരാതനമായ സംസ്കാരങ്ങൾ, റോമൻ സംസ്കാരവും ഗ്രീക്ക് സംസ്കാരവും അതുപോലെ മെസൊപ്പൊട്ടേമിയൻ സംസ്കാരവും ബാബിലോണിയൻ സംസ്കാരവും പേർഷ്യൻ സംസ്കാരവും ഒക്കെ തന്നെയും അധിനിവേശ സംസ്കാരങ്ങൾ വന്ന സമയത്ത് കേവലം കുറഞ്ഞ വർഷങ്ങൾ, 15-20 വർഷങ്ങൾക്കുള്ളിൽ തന്നെ പൂർണ്ണമായിട്ടും തുറച്ചു നീക്കപ്പെട്ട അവസ്ഥകളുള്ളൂ. പക്ഷേ ആയിരക്കണക്കിന് വർഷങ്ങൾ അധിനിവേശ ശക്തികൾ ഭൗതികമായ സമ്പത്തിനും ഐശ്വര്യത്തിനും അതോടൊപ്പം സാംസ്കാരിക ആധിപത്യത്തിനും ഒക്കെ വേണ്ടിയിട്ട് ഇവിടെ ആക്രമണം നടത്തിയിട്ടും നമുക്ക് നമ്മുടെ സംസ്കാരത്തെ ഇത്രയും കാലം നിലനിർത്തുവാൻ സാധിച്ചത് തീർച്ചയായിട്ടും ഭാരതീയമായ മഹത്വപൂർണമായ കുടുംബ വ്യവസ്ഥ കൊണ്ട് തന്നെയാണ്. ആ കുടുംബ വ്യവസ്ഥയിൽ, ആ കുടുംബങ്ങളിൽ കുടുംബ വ്യവസ്ഥയിൽ തന്നെ നമ്മുടെ ആചാര പദ്ധതികൾ, നമ്മുടെ ഋഷീശ്വരന്മാർ നമുക്ക് പകർന്നു തന്ന മഹത്വപൂർണമായ സനാതന ധർമ്മത്തിന്റെ തത്വങ്ങളും ആശയങ്ങളും അതുപോലെ ആചരണ പദ്ധതികളും അത് നമ്മൾ കൃത്യമായി ആചരിച്ചത് കൊണ്ടാണ് എന്ന് നമുക്ക് പറയാം. പക്ഷേ ഇന്ന് നമുക്കറിയാം അതിന് വളരെ അധികം ശോഷണം വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ധാർമ്മികമായ അമൂല്യമായ
സ്വത്തായിട്ടുള്ള സനാതന ധർമ്മത്തിന്റെ ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളും ഒക്കെ നമുക്ക് ഇന്നും അധികം നഷ്ടമായിട്ടൊന്നുമില്ല. അതൊക്കെ നമ്മുടെ കൂടെയുണ്ട്. പക്ഷേ അത് ആചരിക്കുവാൻ ഉള്ള മനസ്സുള്ള കുറഞ്ഞു വരുന്നു. കുടുംബങ്ങളിൽ അത് ആചരിക്കുന്നത് കുറഞ്ഞു വരുന്നത് നമ്മൾ കാണുന്നു. ഈ കുറഞ്ഞു വരുന്നതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ശോഷിപ്പിന്, നമ്മുടെ ധാർമ്മികമായ അപചയത്തിന്, സമൂഹത്തിന്റെ ധാർമ്മികമായ അപചയത്തിന് കാരണമായി തീരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ തന്നെ ഒരു പക്ഷേ പലപ്പോഴും നമ്മുടെ പല സ്ഥലങ്ങളിലേക്ക് സംസാരിച്ച് നമ്മൾ കേൾക്കുന്നതും കാണുന്നതും നമ്മുടെ കണ്ണുകളിൽ കാണുന്നതുമാണ്. മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെയും വളരെ അധികം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരിക്കും. അതുപോലെ കുടുംബങ്ങളുടെ ശിഥിലത, കുടുംബങ്ങളുടെ പവിത്രത നഷ്ടപ്പെടുന്നത് കാണുന്നു. വിവാഹബന്ധങ്ങൾ, ഏറെ വിവാഹമോചനങ്ങൾ വളരെയധികം ഉണ്ടാകുന്നു, ആത്മഹത്യകൾ ഉണ്ടാകുന്നു. ഇതിനൊക്കെ കാരണം യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹങ്ങളുടെ കുടുംബങ്ങളിൽ കുടുംബ ബന്ധങ്ങൾ ശൈഥില്യം നേരിട്ടതും കുടുംബ ബന്ധങ്ങളുടെ പവിത്രത നഷ്ടപ്പെട്ടതും അതിന് കാരണമായി തീർന്നത് തീർച്ചയായിട്ടും നമ്മൾ എത്രയോ കാലമായി ആചരിച്ചു പോകുന്ന ശ്രേഷ്ഠമായ ആചാരങ്ങൾ, ധാർമ്മികമായ ആചാരങ്ങൾ, നാം പഠിച്ചിരുന്ന ആചാര്യന്മാരാൽ ഋഷീശ്വരന്മാരാൽ നൽകിയ ധർമ്മതത്വങ്ങൾ അതൊക്കെ മറന്നുകൊണ്ടുള്ള ജീവിതം ആയതുകൊണ്ടാണ്. പലപ്പോഴും നമുക്ക് മഹത്തായ ഒരു ചരിത്രം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ തന്നെയും വരുത്തി തീർക്കുവാൻ ബാഹ്യശക്തികൾക്ക് സാധിക്കുന്നത് നമ്മുടെ പുതിയ തലമുറയ്ക്ക് അതിനെക്കുറിച്ച് ബോധമില്ലാത്തതാണ്. നമ്മുടെ പൂർവികർ, നമുക്കുള്ള മുൻഗാമികൾ പലരും അത് പിൻഗാമികളിലേക്ക് അത് പകർന്നു നൽകാത്തത് കൊണ്ടാണ് എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ആചരണങ്ങളെ ശ്രേഷ്ഠമായ ആചരണങ്ങളെ നമ്മുടെ സമൂഹത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക് വീണ്ടും നമുക്ക് കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അതിന് വളരെ അത്യാവശ്യമായിരിക്കുന്നു, വളരെ അനിവാര്യമായ ഒരു കാര്യമാണ്. എങ്കിൽ മാത്രമേ നമ്മുടെ സമൂഹത്തിൽ പഴയ ആ വൈഭവം നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ആചരണങ്ങൾ ഇല്ലാതാക്കാനുള്ള ബോധപൂർവമായുള്ള ശ്രമങ്ങൾ ധാരാളം നടക്കുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് നാളുകൊണ്ട് ഗുരുപൂർണിമ ആചരിക്കുകയുണ്ടായി. പല വിദ്യാലയങ്ങളിലും നമ്മുടെ സംസ്കൃതി പൂജയും മാതൃപൂജയൊക്കെ നടത്തുകയുണ്ടായി. അച്ഛനമ്മമാരുടെ പാദങ്ങളിൽ കഴുകി നമസ്കരിക്കുന്ന ഗുരുഭൂതന്മാരുടെ പാദങ്ങളിൽ നമസ്കരിക്കുന്നതൊക്കെ ആയിട്ടുള്ളത്, അതിനെ പുതിയതായി കൊണ്ടുവന്ന ഒരു അനാചാരമായിട്ടും അന്ധവിശ്വാസങ്ങളായിട്ടൊക്കെ ചിത്രീകരിച്ചുകൊണ്ട് അവ നടക്കുന്ന സ്കൂളുകളിലേക്കും വിദ്യാലയങ്ങളിലേക്ക് തന്നെ പ്രതിഷേധ ജാഥകളൊക്കെ നമ്മൾ കാണുകയുണ്ടായി. എത്രയോ കാലങ്ങളായിട്ട് നാം നടത്തുന്നതാണ്. പല സ്കൂളുകളും 30-40 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചത് മുതൽ നാം നടത്തുന്നതാണ് ഇത്തരം പൂജകൾ. ആ പൂജകളിലൂടെ എന്താണ് സംഭവിക്കുന്നത്? കുട്ടികളിൽ അനുസരണശീലവും അച്ഛനെയും അമ്മയെയും ഗുരുക്കന്മാരെയും അനുസരിക്കുവാൻ നല്ല ഉത്തമരായിട്ടുള്ള പൗരന്മാരായിട്ട് കുട്ടികളായി വളർത്തുക എന്ന ഉദ്ദേശ്യത്തോടു കൂടിയാണ് ഇത്തരം ആചരണങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും അതിനനുസൃതമായിട്ട് തന്നെ കുട്ടികൾ അതുപോലെ ഉത്തമ പൗരന്മാരായി വളരുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതില്ലാതാക്കുവാനുള്ള ബോധപൂർവമായ ശ്രമം, അത് പുതിയതായിട്ട് കൊണ്ടുവന്നതാണെന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമങ്ങൾ, അതുപോലെ തന്നെ മറ്റൊരു കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, നമ്മൾ തുടങ്ങിയത് തന്നെ വളരെ വൈകിയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് തന്നെ നമ്മൾ രാമായണ മാസം ആരംഭിച്ച സമയത്ത്, രാമായണത്തിൻ്റെ അധികരിച്ചുള്ള സിമ്പോസിയങ്ങളും മറ്റൊക്കെ നടന്ന സമയത്ത് രാമനെതിരായിട്ടുള്ള നമ്മൾ കണ്ടു. മര്യാദരാമൻ, കാട്ടിൽ സീതയെ ഉപേക്ഷിച്ച് രാമനാണോ മര്യാദരാമൻ എന്നുള്ളതും, അതുപോലെ ഒരു പ്രശസ്തനായ, ഇപ്പോഴത്തെ പ്രശസ്തി മറ്റൊരു രീതിയിലാണ്, പ്രശസ്തനായ ഒരു പ്രത്യേകമായ ഗാന മേഖലയിൽ പ്രശസ്തനായ ഒരു വ്യക്തി പറയുകയുണ്ടായി, രാമൻ എൻ്റെ ഹീറോ അല്ല, രാവണനാണ് എൻ്റെ ഹീറോ എന്നുള്ളത്. പക്ഷെ അവസാനം അദ്ദേഹത്തിൻ്റെ രാവണത്വം അടുത്ത് അധികം താമസിയാതെ തന്നെ അദ്ദേഹം തെളിയിക്കുകയുണ്ടായി എന്ന് നമുക്ക് കാണാൻ സാധിച്ചു. കാരണം രാവണൻ എന്ന് പറയുന്നത് നമ്മുടെ പുരാണങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ പുരാണ കഥാപാത്രങ്ങൾ ഏറ്റവും കൂടുതൽ സ്ത്രീജിതനായിട്ടില്ല, സ്ത്രീകളുടെ നേരെ അതിക്രമം നടത്തിയിട്ടുള്ള ഒരു കഥാപാത്രമായിട്ടാണ് നമ്മൾ കാണുന്നത്. 18ഓളം ശാപങ്ങൾ ലഭിച്ചതിൽ കൂടുതലും ശാപങ്ങൾ സ്ത്രീകളുടെ നേരെ അതിക്രമം കാണിച്ചതിൻ്റെ പേര് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത്തരമൊരു വ്യക്തിയെ ഹീറോ ആക്കി തീർക്കുക, തന്നിലൂടെ ഈ പൊതുസമൂഹത്തിൽ മുഴുവനും രാവണന്റെ സ്വഭാവത്തെ കൊണ്ടുവരിക എന്ന ബോധപൂർവമായ ശ്രമം. പക്ഷെ അത് അധികം നടന്നില്ല. ഭഗവാൻ തന്നെ പണി കൊടുത്തു. അദ്ദേഹം ഇപ്പോൾ കുറച്ച് നാൾ ഒടുവിലൊക്കെ ആയിരുന്നു, എവിടെയാണെന്ന് അറിയില്ല. അപ്പം ഇതുപോലെയാണ് നമ്മുടെ
കുടുംബ വ്യവസ്ഥയെ, നമ്മുടെ സമൂഹത്തെ, വളർന്നു വരുന്ന സമൂഹത്തെ ദുഷിപ്പിക്കുവാൻ, നമ്മുടെ സമൂഹത്തിലെ കുടുംബങ്ങളിലെ ആചരണങ്ങളെ ഇല്ലാതാക്കുവാനുള്ള ബോധപൂർവ ശ്രമങ്ങൾ നടക്കുന്നു. ആ സമയത്ത് തീർച്ചയായിട്ടും ഈ ധർമ്മീയ സന്ദേശ യാത്രയുടെ പ്രസക്തി വളരെയധികമാണ്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ കടമയാണ് നമ്മുടെ കുടുംബത്തിലും അതുപോലെ ചുറ്റുപാടുള്ള കുടുംബങ്ങളിലും നമ്മുടെ സനാതന ധർമ്മത്തിൻ്റെ വൈശിഷ്ട്യമാർന്ന ധർമ്മതത്വങ്ങളെ അതുപോലെ ആചരണങ്ങളെ പകർന്നു നൽകുക, അവർക്ക് കൂടി പഠിപ്പിക്കുക എന്നുള്ളത്. 1996 മുതൽ കണ്ണൂർ ജില്ലയിൽ പല ഭാഗങ്ങളിലുമായിട്ട് ഞാൻ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് അത്തരം പ്രവർത്തനങ്ങളിലേക്ക് വരുമ്പോൾ അമ്മ നിർദ്ദേശിച്ചിട്ടുള്ളതും അതാണ്. എവിടെ പ്രവർത്തനത്തിൽ പോയാലും കുറഞ്ഞതൊരു 15 വീടുകളിലെങ്കിലും കയറി ചെന്ന് അവിടെ നമ്മുടെ ശ്രേഷ്ഠമായ നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചിട്ട് അവർ പറഞ്ഞു കൊടുക്കണം, അവർ പറയണം. അതിനുശേഷം ഒരു ദിവസം എത്ര വീടുകൾ കാണും അവരെ മുഴുവനും ഒരുമിച്ച് കൂട്ടി ഏതെങ്കിലും ഒരു വീട്ടിൽ ഒരുമിച്ചിരുന്ന് കൂടുതൽ കാര്യങ്ങൾ സനാതന ധർമ്മത്തിൽ അധിഷ്ഠിതമായ മഹത്തായ തത്വങ്ങളെക്കുറിച്ചിട്ട് പറയണം, ആചാരങ്ങളെക്കുറിച്ച് പറയണം, കുറച്ച് കീർത്തനങ്ങളും കുറച്ച് പ്രാർത്ഥനകളും ആലപിക്കണം എന്നുള്ളതാണ്. ആ രീതിയിൽ നമ്മുടെ സന്യാസിമാരെല്ലാം തന്നെ അത്തരം പ്രവർത്തികൾ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ അത് നമ്മുടെ സാധാരണ ജനങ്ങൾ കൂടി അത് ഏറ്റെടുക്കാൻ തയ്യാറാകണം. സനാതനധർമ്മത്തിൻ്റെ തത്വങ്ങളെ പഠിച്ച് അത് ചുറ്റുപാടുള്ള നമ്മുടെ കുടുംബങ്ങളിലേക്ക് ആ തത്വങ്ങളെ മറന്നിരിക്കുന്ന, ആ ആചരണങ്ങളെ മറന്നിരിക്കുന്ന കുടുംബങ്ങളിലേക്ക് കടന്നു ചെന്ന് അത് ഓർമ്മിപ്പിക്കേണ്ട കടമ നമ്മുടെ ഓരോരുത്തരുടെയുമാണ്. അത് നടത്തുവാനുള്ള പ്രേരണ ഈ ധർമ്മസന്ദേശ യാത്രയിലൂടെ നമുക്ക് ലഭിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ജഗദീശ്വരിയുടെ പാദങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.